അവന്റെ കയ്യിലോട്ട് വല്ല കിട്ടിയിരുന്നെങ്കിലേ കൊന്നേനെ അവൻ. അത് മറക്കണ്ട. ഇതെന്ത് ലോഡ്ജടാ, പാറ്റയുടെ മൂട്ടയുടെ മണം. ഇതെങ്കിലും കിട്ടിയേനെ ദൈവത്തിനോട് നീ നന്ദി പറ. അല്ല, ഈ മൂട്ട എന്നൊക്കെ പറയുന്ന ജീവി ഇപ്പോഴും ഉണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആ, ചെമ്പകമംഗലത്തെ ഒരു മുറിയിലുണ്ടായിരുന്നു. ഏത് യൂസ്ലെസ് ആടാ? ഇത് യൂസ്ലെസ് ഒന്നും അല്ല, എന്റെ ചേച്ചിയാ. പേടിച്ചുപോയി. ഹലോ ചേച്ചി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ചേച്ചി. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളെ ഇവിടെ ഒരു ഹോട്ടൽ മുറിയില്ല. നല്ല ഹോട്ടലാണോ? നല്ല ഹോട്ടലാ. ഹോട്ടൽ പാരഡൈസ് ഇന്റർനാഷണൽ. പാരഡൈസ് ഇന്റർനാഷണൽ പശുത്തൊഴുത്ത് ഇതിനെക്കാട്ടി ഭേദം. അതെ, ചേച്ചി കൃത്യസമയത്ത് വിളിച്ചു പറഞ്ഞോണ്ടേ ഞങ്ങള് രക്ഷപ്പെട്ടു. നിങ്ങളുടെ ഭാഗ്യത്തിനാ ഞാൻ അവരുടെ സംസാരം കേട്ടത്. വൈശാഖം മൈഥിലിയുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നിനക്കറിയാങ്കി നാളത്തേക്ക് മരുന്ന് എന്തിനാ? ഇപ്പോ ഈ നിമിഷം നമുക്ക് അവിടേക്ക് പോവാം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിങ്ങളൊന്ന് ശാന്തനാവ്. നാളെ നമുക്ക് സമാധാനപൂർവ്വം അവിടേക്ക് പോവാം. അവളെ കൊല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. നിങ്ങളുടെ ഈ ദേഷ്യം അവരെ പിന്നെയും രക്ഷപ്പെടാൻ സഹായിക്കും. അവരെ ഇനിയും രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുത്. ചേച്ചിയാണല്ലോ. ചേച്ചി. എടാ വൈശാഖേ, നീയും ആ മൈഥിലിയും കൂടി ഒളിച്ചു താമസിക്കുന്ന സ്ഥലം മീനാക്ഷി കണ്ടെത്തി. അവളും കാർത്തിയും കൂടി നാളെ നിങ്ങളെ പിടികൂടാൻ വരുന്നുണ്ട്. ജീവൻ വേണമെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് മുങ്ങിക്കോ. ശരി ചേച്ചി. മൈഥിലി. എടാ, നിങ്ങളിപ്പോ സേഫ് അല്ലേ? സേഫാണ് ചേച്ചി. ചേച്ചി അപ്പൊ അത് വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ രണ്ടും തീർന്നേന്.